ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിലും ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ മഹാക്ഷേത്രങ്ങളിലും നിറപുത്തരിയാണ്. ഈ നിറപുത്തരി നമ്മുടെ പൂർവകാലത്തുള്ള പണ്ട് കാലത്തുള്ള കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് അവരുൽപ്പാദിപ്പിക്കുന്ന നെൽക്കതിർ പുത്തരിയും ഭഗവാനെ കൂട്ടുന്ന ഒരു ചടങ്ങാണ് ആദ്യമായി. അതിനുശേഷം മാത്രമേ നമ്മുടെ ഭക്തജനങ്ങളായിട്ടുള്ള കർഷകരെല്ലാവരും അവരുടെ വീടുകളിലേക്കും മറ്റും അത് ഉപയോഗിച്ചുള്ളായിരുന്നു. ആ ഒരു മഹാകർമ്മമാണ് ഇന്നിപ്പോൾ നമ്മുടെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത്. നിരവധി ഭക്തജനങ്ങൾ അവരുടെ വസതികളിലേക്ക് ഇവിടുന്ന് ഉള്ള നെൽക്കതിരും എല്ലാം വീടുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വലിയ ഐശ്വര്യത്തോടു കൂടി ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അടുത്ത നിറപുത്തരി വരെ കാർഷിക മേഖലകളിലും എല്ലാ മേഖലകളിലും നമ്മുടെ എല്ലാ ജനങ്ങൾക്കും എല്ലാ ഭക്തർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നമ്മുടെ മേൽശാന്തി അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. പണ്ട് പുരാതന കാലം പോലെ നമ്മുടെ ക്ഷേത്രത്തിൽ ഒത്തിരി ചടങ്ങുകൾ നടന്നു വരാറുള്ളതാണ്. അപ്പം കാർഷിക മേഖലയുടെ അഭിവൃദ്ധി സംബന്ധിച്ചിടത്തോളം ദേവന നിത്യദാനത്തിനുള്ള അന്നം, അതാണ് തന്നെ അന്നം എന്ന് പറയുന്നത് തന്നെയാണ് മഹാലക്ഷ്മി. പണ്ടൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നിലനിന്നിരുന്നത് പാടശേഖരങ്ങളിലാണെന്നും പറയപ്പെടുന്നുണ്ട്. അതായത് ക്ഷേത്രം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമായി തിരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ മാത്രമേ അത് ക്ഷേത്രത്തിന് അനുയോജ്യമായൊരു സ്ഥലമായി തീരുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നം തന്നെയാണ് മഹാലക്ഷ്മി. അതായത് അന്നത്തെ ദേവതയായി കണ്ട് ആരാധിച്ചു പോരുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് നെൽപ്പാടങ്ങളെയും കൃഷിയെയും മറ്റ് സമ്പ്രദായങ്ങളെ ആരാധിച്ചു പോരുന്നതാണ് നമ്മുടെ പൂർവികർ. പിന്നെ അതിൽ നിന്ന് പുരോഗമനം ഉണ്ടായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന വലിയ വലിയ ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ചടയമംഗലം മഹാദേവ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അറിയാൻ പറ്റും. ഇന്നീ കാണുന്ന ബിൽഡിംഗ് ഒക്കെ വരുന്നതിന് മുമ്പ് അതിവിശാലമായ പാടശേഖരമായിരുന്നു ചടയമംഗലത്തുള്ളത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതിനെയൊക്കെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മുടെ ഈ ഏലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തലക്കുളവും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ പലതും നശിച്ചുപോയി. അതിൻ്റെ അന്ന് അവിടെ വിളവെടുക്കുന്ന നെൽക്കതിരുകൾ അവിടെ അവിടെ നിറപുത്തരിയായിട്ട് അവിടെ കാണിക്ക വെച്ചതിന് ശേഷം മാത്രമാണ് എല്ലാ ആ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പിന്മുറ എന്ന നിലയിലാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ആ പാടശേഖരങ്ങൾ നശിച്ചു, ആ കാർഷിക മേഖല നടന്നു. എങ്കിൽ പോലും അതിൻ്റെ ഒരു തിരിശേഷിപ്പ് എന്ന നിലയിൽ ഇന്നും നമ്മൾ നമ്മുടെ പൂർവിക കാലത്തുണ്ടായ ആ ഐശ്വര്യത്തെ ഓർക്കുന്നതിനും അങ്ങനെ സമൃദ്ധിയുടെ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ നിറപുത്തരി ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ വാങ്ങിച്ചോളേ
ആരെങ്കിലും